മാധ്യമങ്ങൾക്കെതിരെ CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടി സ്വീകരിച്ചതിലൂടെ CPMൽ കുഴപ്പങ്ങളാണെന്ന് മാധ്യമങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. മാധ്യമങ്ങളും പാർട്ടി വിരുദ്ധരും നടത്തുന്ന ഭാവന സൃഷ്ടിയാണെന്നും CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ പ്രസ്താവനയിൽ പറഞ്ഞു. ഇവരുമായി ഗൂഗിൾ കെ വേണുഗോപാൽ ശരിയാണ്. ഗൂഗിൾ പ്രമോദ് കോട്ടൂളിക്കെതിരായ നടപടിയും PSC കോഴ വിവാദമടക്കം വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് CPM. ഈ ഒരു സാഹചര്യത്തിൽ മുഖം രക്ഷിക്കാൻ മാധ്യമങ്ങളെ പഴിചാരുന്ന ഒരു സമീപനമാണോ CPM സ്വീകരിക്കുന്നത്? തീർച്ചയായും കെ.പി. ഈ PSC കോഴ ആരോപണത്തിൽ മുഖം നഷ്ടപ്പെട്ട CPM പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു സംഭവമേ നടന്നിട്ടില്ല എന്നൊരു പ്രതികരണമായിരുന്നു CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയത്. എന്നാൽ പാർട്ടിയിൽ നിന്ന് CPMൽ നിന്ന് പുറത്താക്കുന്നതിന് മുൻപ് വളരെ അച്ചടക്കത്തോടു കൂടി പാർട്ടിക്ക് വിധേയനായി പെരുമാറിക്കൊണ്ടിരുന്ന പ്രമോദ് കോട്ടൂളി ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്നും താൻ പറഞ്ഞ കാര്യങ്ങളൊന്നും പാർട്ടി ഏരിയ കമ്മിറ്റി വിശ്വസിച്ചിട്ടില്ല എന്നും അതിനാൽ തന്നെ നിയമവഴിയിലും പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്കും പരാതി നൽകുമെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഈ കാര്യങ്ങളൊക്കെ പ്രമോദ് കോട്ടൂളി പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ചെയ്തിരുന്നു. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ കുറെ കാലങ്ങളായി കോഴിക്കോട് ജില്ലക്കകത്ത് CPMനകത്തുണ്ടായിട്ടുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് പ്രമോദ് കോട്ടൂളി പാർട്ടിയിൽ നിന്ന് പുറത്താവാനിടയായ സാഹചര്യം എന്ന ഒരു വിലയിരുത്തലുകളും രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കുവച്ചിരുന്നു. ആ കാര്യങ്ങളും മാധ്യമങ്ങൾ വാർത്ത വന്നിരുന്നു. ഈ ഘട്ടത്തിൽ CPM പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ബിജെപിയും യുവമോർച്ചയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ഈ CPMനകത്തെ രണ്ട് ലോബികളുണ്ടെന്നും അവർ ഗുണ്ടാ സംഘങ്ങളാണെന്നും അവർ തമ്മിലുള്ള കുടിപ്പകയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ PSC കോഴ ആരോപണം പുറത്തു വന്നതെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് പ്രത്യക്ഷ സമരങ്ങൾ, കളക്ടറേറ്റ് മാർച്ച്, ജനകീയ ധർണകൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അപ്പോൾ സ്വാഭാവികമായും CPMനകത്തെ വിഭാഗീയ പ്രവർത്തനങ്ങൾ കൂടുതൽ ചർച്ചയാവുന്ന ഘട്ടത്തിലേക്കാണ് ഈ കാര്യങ്ങൾ ഗൂഗിൾ ഇവിടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ക്വാറി മുതലാളിമാരുമായുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട് CPM ജില്ലാ സെക്രട്ടേറിയറ്റിലടക്കം നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇത് മാധ്യമങ്ങൾ കൃത്യമായി വാർത്തയാക്കുകയും ഇതിന്റെ ഒരു അനന്തര ഫലം എന്ന രീതിയിൽ തന്നെയാണ് പ്രമോദ് കോട്ടൂളിയുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങൾ എന്ന രീതിയിലുള്ള വിലയിരുത്തലും വന്നിരുന്നത്. അതുകൊണ്ട് കൂടുതൽ വാർത്തകൾ വരാതിരിക്കാൻ അല്ലെങ്കിൽ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സ്വയം പ്രതിരോധം എന്ന രീതിയിലും ഇതിനെ വിലയിരുത്താം അല്ലേ? തീർച്ചയായും കെ.പി. അതായത് ഈ CPM പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയതിന് ശേഷം പ്രമോദ് കോട്ടൂളി നടത്തിയിട്ടുള്ള ചില നീക്കങ്ങൾ തീർച്ചയായിട്ടും CPM കരുതിയിരുന്നില്ല എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാരണം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം 22 ലക്ഷം കോഴ വാങ്ങി എന്നൊരു ആരോപണത്തെ തുടർന്നായിരുന്നു. അതിനോടനുബന്ധിച്ചു വന്ന വിഷയങ്ങളാണ് പ്രമോദ് കോട്ടൂളിക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുകയും പാർട്ടിയിൽ നിന്ന് CPM നിന്ന് പുറത്താക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്തത്. പിന്നീട് പ്രമോദ് കോട്ടൂളി താൻ പണം നൽകി എന്ന് പറയുന്ന പരാതിക്കാരന്റെ വീട്ടിന് മുന്നിലെത്തി സമരം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ പ്രമോദ് കോട്ടൂളി ഉയർത്തിപ്പിടിച്ചത് പണം ആർക്ക്, എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ നൽകി എന്നൊരു കാര്യമായിരുന്നു. തനിക്ക് പണം കിട്ടിയിട്ടില്ല എന്ന് പ്രമോദ് കോട്ടൂളി പറയുന്ന സാഹചര്യത്തിൽ അത് മറ്റാർക്കാണ് കിട്ടിയത് എന്ന് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമോദ് കോട്ടൂളി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് CPMനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി മറ്റാരിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ എത്തി. പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം പാർട്ടിയിലെ തന്നെ മുതിർന്ന നേതാവും ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള പ്രേംകുമാർ ഇല്ലത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ പ്രമോദ് കോട്ടൂളി പറഞ്ഞു താനാണ് ഈ ചതിയിലെ നായകൻ. അതായത് പ്രമോദ് കോട്ടൂളിക്ക് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാനിടയായ സാഹചര്യം സൃഷ്ടിച്ചത് പ്രേംകുമാർ ഇല്ലത്തെ എന്ന് പറയുന്ന ജില്ലാ കമ്മിറ്റി അംഗമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കമന്റ് ഇടുകയും പാർട്ടിക്കകത്തെ ഭിന്നതകൾ പരസ്യമായി പുറത്തു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് കൃത്യമായി തന്നെ മാധ്യമങ്ങൾ എല്ലാ ഘട്ടത്തിലും വാർത്തയാക്കുകയും പ്രമോദ് കോട്ടൂളിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ അവരുടെ അടുത്തുപോയി ചെന്ന് അന്വേഷിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ CPM ജില്ലാ സെക്രട്ടറി P മോഹനന്റെ അടുത്ത് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിൽ പോയിരുന്നു. എന്നാൽ മാധ്യമങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾക്ക് മറുപടി നൽകാൻ P മോഹൻ തയ്യാറായിരുന്നില്ല. പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് എഴുതി തയ്യാറാക്കിയ ഒരു പ്രസ്താവന വായിച്ച് അദ്ദേഹം മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മറ്റു ചോദ്യങ്ങൾക്കോ പ്രമോദ് കോട്ടൂളി ഉന്നയിച്ചുള്ള വിഷയങ്ങൾക്കോ CPM ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ P മോഹൻ മറുപടി പറയാൻ തയ്യാറാകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ പ്രമോദ് കോട്ടൂളി നൽകിയിട്ടുള്ള അഭിമുഖങ്ങൾ അല്ലെങ്കിൽ വാർത്തകൾ, ബൈറ്റുകളൊക്കെ വലിയ രീതിയിൽ വാർത്തയായി വരികയും അത് മുഹമ്മദ് റിയാസും ഇളമരം കരീം ഉൾപ്പെടെയുള്ള ജില്ലയിലെ CPMന്റെ സമുന്നതരായ നേതാക്കളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ഘട്ടത്തിലും എത്തിയിരിക്കുകയാണ്. ഇപ്പോ മാധ്യമങ്ങളെ പഴിച്ചുകൊണ്ട് CPMന്റെ ജില്ലാ സെക്രട്ടറി P മോഹനന്റെ ഒരു വാർത്താക്കുറിപ്പ് വന്നിട്ടുള്ളത്. ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഇത്രയാണ്: പാർട്ടിക്കെതിരെ മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളും കടന്നാക്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിനെ ജനങ്ങൾ പരാജയപ്പെടുത്തും. പാർട്ടി ഏതെങ്കിലും ഘട്ടത്തിലൊക്കെ പുറത്താക്കിയിട്ടുള്ള ആളുകൾക്ക് വീരപരിവേഷം നൽകുന്നത് മാധ്യമങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവമാണ്. അത് ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. ഇളമരം കരീമിനും റിയാസിനും ഒക്കെ എതിരെ നടക്കുന്നത് നീചമായ പ്രവർത്തനങ്ങളാണ്, അല്ലെങ്കിൽ നീചമായ ആക്രമണമാണ് നടക്കുന്നത് എന്നാണ് ഈ പ്രസ്താവനയിൽ പറയുന്നത്. എന്നാൽ മാധ്യമങ്ങൾ എവിടെയും സ്വന്തമായി വാർത്ത മെനഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഈ ഘട്ടങ്ങളിൽ എവിടെയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. CPMനകത്തെ വിഭാഗീയ പ്രവർത്തനങ്ങൾ മുഹമ്മദ് റിയാസും ഇളമരം കരീമും
പി മോഹൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് നടക്കുന്നു. അവർ തമ്മിലുള്ള ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നേരത്തെ തന്നെ ജില്ലക്കകത്ത് ചർച്ചയായിരുന്നു. അതിനോടനുബന്ധിച്ച വിഷയം തന്നെയാണ് പ്രമോദ് കോട്ടുള്ളി CPM നിന്ന് പുറത്താകാൻ ഇടയായത് എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങൾ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കുവച്ചു. പ്രമോദ് കോട്ടുള്ളിയുടെ പലപ്പോഴുമുള്ള പ്രതികരണങ്ങളും ആ രീതിയിൽ തന്നെ ഉള്ളതായിരുന്നു. അദ്ദേഹം തുറന്നു പറഞ്ഞു തനിക്കെതിരെ പാർട്ടിക്കകത്ത് ഗൂഢാലോചന നടന്നിട്ടുണ്ട്, പാർട്ടി ഏരിയ കമ്മിറ്റി തന്നെ വിശ്വാസത്തിലെടുത്തിട്ടില്ല, താൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പാർട്ടി തയ്യാറായിട്ടില്ല, താൻ ആരോപണ വിധേയനായ വിഷയത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കാനോ തന്നോട് രേഖാമൂലം ചോദ്യം ചോദിക്കാനോ രേഖാമൂലം മറുപടിയോ CPM ആവശ്യപ്പെട്ടിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രമോദ് കോട്ടുള്ളി വളരെ കൃത്യമായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് തന്നെ അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ നമ്മളുടെ ജനം TV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്തയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രമോദ് കോട്ടുള്ളി എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് വാർത്തയാക്കിയിട്ടുള്ളത്. അതിന്റെ പേരിലാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് മാധ്യമങ്ങളെയും പാർട്ടി എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാരെയും പഴിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. KP കോഴിക്കോട് നിന്നും ഗൂഗിൾ K വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.